ഈ വിദ്യാർത്ഥികൾ മാന്യമായി സെയിൽസിൽ നിൽക്കുന്ന ആളോട് ഇത് പരാതിപ്പെടുകയുണ്ടായി. ചേട്ടാ, ഈ ബർഗറിനകത്ത് ചിക്കൻ കുറവാണ്. പക്ഷേ അവിടെ നിൽക്കുന്ന മാനേജർ ഓടി വന്ന് ഇവരോട് വളരെ രൂക്ഷമായാണ് പെരുമാറിയത്. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ. ഞാൻ സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചത് എന്താണ്, അയാൾ എന്താ വേണ്ടേ, എന്താന്ന് വെച്ചിട്ടാ വന്നത്. അപ്പൊ അവനത് ചോദിച്ചു, ഇതെന്താ ചേട്ടന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങിയ ഒരു സ്ലിപ്പേ ഉള്ളൂ, ഇതാ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടെല്ലാം വ്യത്യാസം കാണിക്കാൻ പറഞ്ഞു. അത് ഞാൻ മര്യാദ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഇയാള് ഞങ്ങളുടെ ചൂടാവാൻ തുടങ്ങി. അപ്പൊ ഇവനോട് ഇങ്ങനെ എന്തിനാ ചൂടാവണേന്ന്. എന്നിട്ട് അയാള് പോയത്. എന്ത് ഞാൻ ഇപ്പഴെടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ ഒന്ന് സംസാരിക്ക്. ഇയാളാരാ? എന്ത് അതന്നെ ഞാൻ പറഞ്ഞു. ഇതെന്നെ ഭീഷണിപ്പെടുത്താനല്ലേ? അപ്പൊ നിങ്ങൾ കണ്ടതാണ് ഈ വീഡിയോ. എന്തിനാണ് ഈ മാനേജർ എന്ന് അവകാശപ്പെടുന്നവൻ ഇത്ര ദേഷ്യപ്പെടുന്നത്? അത് നിസ്സാരമായി ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ചിക്കൻ അതിനകത്ത് കുറവാണെങ്കിൽ സോറി, നമുക്ക് അടുത്ത തവണ പരിഹരിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തരാം, അല്ലെങ്കിൽ വളരെ മാന്യമായി ചിരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ്, അതാണ് KFC, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതിനെല്ലാത്തിനും ഓരോ അളവുണ്ട്, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നൊരു പ്രശ്നം, അതും നിസ്സാരമായൊരു പ്രശ്നത്തിനെയാണ് ഈ ഒരു മാനേജർ ഊതിപ്പെരുപ്പിച്ച് അവന്റെ കയ്യൂക്ക് കാണിച്ച് ആ പിള്ളേരെ വളരെ രോക്ഷാകുലമായി അവരെ നേരിട്ടത്. വളരെ ചെറിയൊരു പ്രശ്നമായിരുന്നു. ഇവന്റെ എന്തോ ഈഗോ കാരണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് സെയിൽസിൽ നിൽക്കുന്നത് എങ്ങനെയെന്നറിയാതെ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് മാനേജറുടെ ഒരു പൊസിഷനും കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയാത്ത ഒരുത്തനെ പിടിച്ചാണ് അവിടെ മാനേജർ ആക്കിയിരിക്കുന്നത്. ഈ KFCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ ഒരിക്കലും പണിക്ക് വെക്കരുത്. നിങ്ങളപ്പോൾ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഇനി ഞാൻ ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ KFCയിൽ ഓർഡർ ചെയ്ത പിള്ളേരുടെ ചേട്ടന്മാർ വന്നു കഴിഞ്ഞ് കുറച്ച് സീൻ ഇതിന്റെ വെളിയിലുണ്ടായിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയേ. ഇതിനെ പറയാൻ ചെറിയ വട കൊടുത്ത് വലിയ വട മേടിച്ചെന്ന് വെറുതെ പട്ടി ഷോ കാണിക്കാൻ നിന്ന് അവന്മാരെ അടിച്ച് അണ്ടം കലക്കി വിട്ടിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ഇവന് കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ ചില ആൾക്കാർ എങ്ങനെയാണ്, വലിയ മൂച്ചിന് വലിയ ആളാകാൻ വേണ്ടി ഈ പാണ്ടിലോറ് വരുമ്പോൾ തവള ഇങ്ങനെ നെഞ്ചും വിരിച്ചങ്ങ് നിൽക്കത്തില്ല, അതുപോലെ ആശാൻ കയറി ഇങ്ങുന്ന അടിച്ച് നിരപ്പാക്കി അങ്ങ് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് പറയാൻ. ഇനിയെങ്കിലും ഇവനെ പോലുള്ളവന്മാരെ ഇങ്ങനെ വെക്കരുത്. മാക്സിമം പ്ലസന്റ് ആയിട്ട് കസ്റ്റമറോട് ഇടപെടുക. നിസ്സാരമായ ഒരു കാര്യത്തിനാണ് ഇവൻ എത്ര അടി കൊണ്ട് തൂറിയത്. എന്ത് ചെയ്യാനാ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടി ഈ ലോകം മൊത്തം ഈ വീഡിയോ വൈറലായി. അവനെ അടുത്ത ദിവസം സസ്പെൻഡും ചെയ്യും. നോക്കിക്കോ.